ഹായ്, നമ്മളങ്ങനെ വീട് പണി നോക്കാൻ വന്നതാട്ടോ. ഭയങ്കര സൗണ്ടാണ് ഇത്, അതുകൊണ്ട് കേൾക്കില്ല ഞാൻ പറയുന്നൊന്നും. അപ്പോൾ വീട് പണി നോക്കാൻ വന്നതാണ്. അപ്പോൾ അതെന്തായി നോക്കണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയറും കൂടി ചെയ്യേണ്ടു. വീട് പണിയും നോക്കണം, മാത്രമല്ല കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. ഇന്നിപ്പം വീട്ടു സാധനങ്ങളൊക്കെ തീർന്നിരിക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങും വേണം. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വന്നതാണ്. അപ്പോൾ ഇലക്ട്രീഷ്യന്മാരെ വർക്ക് ഏകദേശം ലാസ്റ്റായി തുടങ്ങി. അതുപോലെ ഇവരത് ഈ ഇൻഡസ്ട്രിയൽ വർക്കുകൾ ഒരു ഗ്യാസിൻ്റെ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുകയാണ്. അതുപോലെ ഒരു കമ്പി കൊടുക്കേണ്ടതുണ്ട്, അതും ഒന്ന് റെഡിയാക്കുകയാണ്. ഇലക്ട്രിക്കൽ വയറിന് അപ്പോൾ ഗേറ്റ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. കോർട്ട്യാർഡിൻ്റെതും പോർച്ചിൻ്റെതും ഒക്കെ ഏകദേശമായി വരുന്നുണ്ട്. ഇനി മുകളിലോട്ട് ഒരിതിടണം. സൗണ്ടോട് നിങ്ങൾക്കൊന്നും കേൾക്കുന്നുണ്ടാവില്ല, അപ്പോൾ ക്ഷമിക്കണം കേട്ടോ. ഭയങ്കര ഇതിൻ്റെ അവരിത് കട്ട് ചെയ്യണ ട്യൂബുകളൊക്കെ ഒന്ന് കട്ട് ചെയ്യണ ഇതിൻ്റെയൊക്കെ സൗണ്ടാണ്. ചെറിയ വന്നിട്ടുണ്ട്, ഇപ്പോഴാണ് വന്നത്. ഞാൻ കുറച്ച് നേരമായി വന്നിട്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇവിടുന്ന് നോക്കിയിട്ട് വേണം അങ്ങോട്ട്. ഇപ്പോൾ ഒരു ഒഴിവുമില്ല, കാരണം ഇത് നോക്കണം, അതിൻ്റെ ഇടയിൽ വീട്ടിലത്തെ പണിയും കുറച്ച് സ്റ്റിച്ചിങ്ങിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം നോക്കിയിട്ട് വേണം പോകണം എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോയി കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാണ്ട്. അതൊക്കെ ഒന്ന് വീട്ടിലേക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസൊക്കെയാണ്. അതൊക്കെ ഒന്ന് വാങ്ങിയിട്ട് വേണം പോകാൻ. ഫുട്ബോൾ കളിക്കുക കേട്ടോ. ഇവിടെ ചെറിയ രണ്ട് കുട്ടികളാണ്, അവർക്ക് സമയം കൊണ്ടല്ലേ. ചെറിയ വന്നിട്ടുണ്ട്, ഓഫീസിൽ നിന്ന് വന്നതാണ്. അപ്പോൾ പണിക്കാരോട് എന്തൊക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കണം എന്നൊക്കെ നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ വന്നതാണ്. ഇത് തിരിച്ചു പോകണം, ഇതൊരു പോണോ ബാങ്ക്? ഇല്ല, ക്ലോസ് ചെയ്തിട്ട് പോന്നു അല്ലേ? ശരി, ക്ലോസ് ചെയ്തോ. ക്ലോസ് ചെയ്ത് വന്നിട്ടുണ്ട്. ലൈറ്റിങ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാണ്. പിന്നെ ഗ്യാസിനുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കണം ഒക്കെ ഉണ്ട്. വർക്കൊക്കെ കഴിഞ്ഞ് രാത്രി ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തിയപ്പം, ടൗണിലെത്തിയപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടെങ്കിൽ വാങ്ങിച്ച് പോകാം. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വന്നതാണ് കേട്ടോ. ചായയും പപ്സും കഴിച്ചിട്ട് പോകാൻ വിചാരിച്ചു. ലേറ്റായി, അപ്പോൾ പിന്നെ വിശന്നപ്പോൾ കഴിച്ച്. അങ്ങനെ ഇന്ന് നമ്മൾ വീടിൻ്റെ അവിടേക്ക് തന്നെയായിട്ടാണ് രാവിലെ തന്നെ പോകുന്നത്. അവിടുത്തെ വർക്കുകളൊന്നും തീർന്നിട്ടില്ല. ഇന്ന് സൺഡേ ആണ്. അപ്പം അവിടെ പോയി കുറച്ച് ക്ലീനിങ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. 1-2 സാധനങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാനുണ്ട്. പിന്നെ ശരിക്കും ഇന്നാണ് ലീവ്, സൺഡേ ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് വാക്കിംഗ് ഒന്നുമില്ല. ഇന്നും നമ്മൾ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇടയ്ക്ക് വാക്കിങ് കയറി, ഇടയ്ക്ക് വീട്ടിലത്തെ പണി, ഇങ്ങനെയൊക്കെയാണ്. ഭയങ്കര തിരക്കാണ്. പെട്ടെന്ന് പണിയൊക്കെ തീർത്തുകൊണ്ട് നമുക്ക് വീട് ഓപ്പൺ ചെയ്യണം എന്നുള്ള ഐഡിയയിലാണ്. അപ്പോൾ ഓരോ പണികളിങ്ങനെ പണിക്കാർ പോകുമ്പോൾ
വീട്ടിൽ ഒരുപാട് വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളത് പോയി ക്ലീൻ ചെയ്യും. അടുത്ത പണിക്കാർ വരും, പിന്നെ വേസ്റ്റ് ആവും. ചെറിയ ക്ലീനിങ് തന്നെ ഞങ്ങളെ പണി. അതിന് പിന്നെ നമ്മൾ ആളെയൊന്നും വിളിക്കാറില്ല, അത് നമ്മൾ തന്നെ ചെയ്യാറാണ് പതിവ്. പിന്നെ ലാസ്റ്റ് മൊത്തത്തിൽ അങ്ങോട്ടാവുമ്പോൾ ബുദ്ധിമുട്ടാവില്ലേ പറഞ്ഞിട്ടാണ്. കുറച്ച് കുറച്ച് ചെയ്യുമ്പോൾ സുഖമാണല്ലോ അല്ലേ. അപ്പോൾ അത് നമ്മൾക്ക് അങ്ങനെ തീർന്നു കിട്ടും. അങ്ങനെ വിചാരിച്ചിട്ട് ഇന്ന് രാവിലെ പോവുകയാണ്. സൺഡേ ലീവാകുമ്പോൾ ചെറിയനെയും കൂട്ടിയിട്ട് പോകും. ഇന്നലെ പിന്നെ ഞാൻ തനിച്ച് അങ്ങനെ പോയി, ഓട്ടോയിൽ പോയി. ഇന്നിപ്പോൾ ഇങ്ങനെ പോട്ടെ, പോയിട്ട് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അവിടെ വെക്കാനുള്ളതൊക്കെ ഒരു സേഫായിട്ട് വെച്ചിക്കണമെന്നും കൂടെ ഒന്ന് നോക്കണം പണിക്കാർ എല്ലാതും. അപ്പോൾ ഓക്കെ. ഇന്ന് നമുക്കൊരു കല്യാണമുണ്ട്. കല്യാണം ഒരു ഫാമിലി ഫ്രണ്ടുമാണ്, ഒരുപാട് വർഷമായിട്ട് അറിയുന്ന ആൾക്കാരാണ്. പിന്നെ നമ്മളെ ഇപ്പോഴത്തെ നെയ്ബറുമാണ്. അപ്പോൾ അങ്ങനെ അവിടെ ഒന്ന് പോകണം.